ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു യൂട്യൂബർ സായി കൃഷ്ണയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. ഒരു ഫേമസ് യൂട്യൂബറാണ് സായി കൃഷ്ണ. ഇപ്പോൾ അയാൾ രേണുവിനെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. രേണുവിനെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് അവൻ രേണുവിൻ്റെ ചികിത്സക്ക് കൊടുക്കുമെന്ന്, സോറി കേട്ടോ സായി കൊടുക്കുമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് സായി കൃഷ്ണ എന്ന് പറയുന്ന യൂട്യൂബർ ബ്ലോഗർ. എൻ്റെ ലൈഫിലും ഇയാളെ സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ എന്ത് സായി കൃഷ്ണ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? സായി കൃഷ്ണയുടെ പേരും പറഞ്ഞിട്ട് ഒരു 2-3 ദിവസം എൻ്റെ ലൈഫിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ നടന്നതാണ്. അതായത് ഞാൻ ഇങ്ങനെ FBയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണതിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നേക്കാളും മുന്നേ നിങ്ങൾക്കറിയാം, ഞാൻ അടുത്തൊരു റിലേഷൻ ബ്രേക്കായി കല്യാണം കഴിച്ച അവൻ്റെ വീട്ടിലായിരുന്നു. അയാൾ എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും നിങ്ങൾക്കറിയാം. പേര് പറയുന്നില്ല. ആളിപ്പോൾ ഇല്ലല്ലോ, ഇവിടെ ഇല്ല, അമേരിക്കയിൽ. അപ്പോൾ അമേരിക്കൻ പൂക്കി നമ്മുടെ അമേരിക്കക്കാരൻ സായി കൃഷ്ണയുടെ വീഡിയോസ് യൂട്യൂബിൽ കാണില്ലായിരുന്നു. ഞാൻ സായി കൃഷ്ണയുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ യൂട്യൂബൊക്കെയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സായി കൃഷ്ണയുടെ വീഡിയോസൊക്കെ എപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് അതായത് എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയ ആളുണ്ടല്ലോ, പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല അവൻ്റെ വീഡിയോ നീയും കാണരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഓൾറെഡി അവൻ്റെ സംസാര രീതി, അതായത് ഒരു കോണ്ടന്റിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. അയാൾ കണ്ടന്റ് ചെയ്യുന്ന അയാളുടെ ഇഷ്ടം. പക്ഷെ അയാൾ സായി എന്ന് പറഞ്ഞ വ്യക്തി അത് അവതരിപ്പിക്കുന്ന രീതി, സായി ആ ഒരു കണ്ടന്റിനെ പറ്റി സംസാരിക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള, എനിക്കത് വളരെ ഇഷ്ടമാണ്. അയാളുടെ പ്രസന്റേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കോണ്ടന്റ് അതൊക്കെ അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അയാളുടെ സംസാര രീതികളും അയാളൊരു കാര്യത്തെപ്പറ്റി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതി പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത്. സായിയുടെ വീഡിയോ ഇനി കാണാൻ പാടില്ല എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇങ്ങനെ എന്തോ ബ്ലോക്ക് ചെയ്ത് കളയുക. അതൊന്നും എനിക്കറിയില്ല എന്താണ്. അത് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ സായിയുടെ വീഡിയോസും കാണില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഓൾറെഡി വീണ്ടും കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ വെച്ചാൽ എനിക്ക് അയാളെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ രേണുവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതോടുകൂടി കൂടുതൽ ബഹുമാനം തോന്നുന്നു. വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്നു. സായി, നിങ്ങളെയൊക്കെ പോലുള്ള മനുഷ്യർ വളരെയധികം കുറവായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാനിത് ഇന്ന് കണ്ടപ്പോൾ തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടാൽ ഞാൻ വിറകൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ വിറകൊക്കെ എടുത്ത് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വളരെ രസമായി. എത്രയും യൂട്യൂബേഴ്സ് ആ രേണു എന്ന് പറയുന്ന ഒരു ലേഡീനെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സായി കൃഷ്ണ എന്നൊരു ബ്ലോഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഹാൻഡ്സ് ഓഫ് സായി കൃഷ്ണ. എനിക്ക് നിങ്ങൾ അത്രയ്ക്കും ഭയങ്കര ഇഷ്ടം. നിങ്ങൾ അത്രയും ബഹുമാനമാണ് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. എനിക്ക് അയാളെ വലിയ കാര്യമാണ്. അയാളോട് ഭയങ്കര ബഹുമാനമാണ്. അയാളുടെ സംസാര രീതി, അയാളുടെ അവതരണം എല്ലാം ഒരു അവതാരകൻ എന്ന രീതിയിലും യൂട്യൂബർ, ബ്ലോഗർ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സായിയുടെ വൈഫ്, ഭാര്യയായിട്ടുള്ള ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റ്, അതൊക്കെ വലിയ കാര്യമായിട്ട് കാണാറുണ്ട് ഞാൻ. ആ ലേഡീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരുടെ അവതരണ രീതികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സായി നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക, അതെനിക്കറിയില്ല. നമ്മളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നൊരാളുണ്ടാകാം, അല്ല ഒരു യൂണിവേഴ്സ് ആണെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള എന്താ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിരിക്കും. ഹാൻഡ്സ് ഓഫ് സായി കൃഷ്ണ. പിന്നെ നമ്മുടെ രേണുസുതി പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ മാറി പെട്ടെന്ന് തന്നെ അവർ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് വെച്ചാൽ അവർ അത്രയും ബോൾഡായിട്ടുള്ള സ്ത്രീ ആട്ടോ. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഞാൻ അവരെ വെച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനങ്ങനെ ആരെയും വെച്ച് വീഡിയോ ചെയ്യാറില്ല. എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാറ്. പക്ഷെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, രേണു എന്നൊരു ലേഡി വളരെയധികം ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. അവരുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ. ദൈവമേ ഈശ്വര, അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. അവരെന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരും. അത്രയ്ക്കുള്ളൊരു അവർക്കൊരു വിൽ പവർ ഉണ്ട്, എന്തും സഹിക്കാനും ക്ഷമിക്കാനും. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കറിയാലോ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പം വീണ്ടും ഞാൻ സായി കൃഷ്ണക്ക് താങ്ക്സ് പറയുന്നു. സായി കൃഷ്ണ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. ബൈ.